എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മുൻപ് ചെക്ക് ചെയ്ത അതേ രീതിയിൽ മുൻപ് ചെക്ക് ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഐ ഹാവ് ബീൻ സർട്ടിഫൈഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ള ലിങ്കിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളുടെ ക്യാപ് ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ മാൻഡേറ്ററി ഫീസ് അടയ്ക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ ആ ഒരു നിശ്ചിത ദിവസത്തിനകം ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് അടച്ച്, അതായത് മാൻഡേറ്ററി ഫീസ് അടച്ച് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം വിദ്യാർത്ഥികൾ ജൂലൈ 2-ാം തീയതി 3 മണിക്കൂറിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. അല്ലാതെ പക്ഷം വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും, അതായത് നഷ്ടപ്പെടുന്നതായിരിക്കും. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടച്ച ശേഷമാണ് കോളേജുകളിൽ പ്രവേശനം എടുക്കേണ്ടത്. ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീസ് അടച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ കൂടി വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. SC, ST, OEC, OECക്ക് തുല്യമായ വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്ന ഇതര 30 സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾ എന്നിവർ 135 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. അതുപോലെ തന്നെ മറ്റുള്ളവർ 540 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. 1ഉം 2ഉം അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീസ് അടച്ച് എല്ലാ വിദ്യാർത്ഥികളിലും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത ശേഷം 2/7/2024 അതായത് ജൂലൈ 2-ാം തീയതി 3 മണിക്കൂറിൽ കോളേജിൽ ഹാജരായി നിർബന്ധമായിട്ടും സ്ഥിരം അഡ്മിഷൻ നേടേണ്ടതാണ്. അല്ലാതെ പക്ഷം വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നതും ആയിരിക്കും. അതുപോലെ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നുണ്ടെങ്കിൽ ജൂലൈ 2-ാം തീയതി വൈകിട്ട് 5 മണിക്കൂറിൽ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിലേക്ക് 3-ാം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആയത് നിർബന്ധമായിട്ടും സ്വീകരിക്കണം. ഇതോടെ മുമ്പ് ലഭിച്ചിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് അതിന് യാതൊരുവിധ കാരണവശാലും ആ ഒരു മുൻപ് ലഭിച്ച അലോട്ട്മെൻറ്റ് പുനഃസ്ഥാപിച്ച് തരുന്നതായിരിക്കില്ല. ഹയർ ഓപ്ഷനുകൾ ഭാഗികമായോ പൂർണ്ണമായിട്ടോ റദ്ദ് ചെയ്യാവുന്നതാണ്. കോളേജ് കോഴ്സ് പുനഃക്രമീകരിക്കുന്നതിനോ പുതിയ കോളേജുകളോ കോഴ്സുകളോ കൂട്ടിച്ചേർക്കുന്നതിനോ ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നതല്ല. ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതത് കോളേജുമായി ബന്ധപ്പെടേണ്ടതും ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം 2/7/2024 തീയതിയിൽ അതായത് 3 മണിക്ക് മുൻപായിട്ട് കോളേജിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് TC ഒഴികെയുള്ള യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ കോളേജിലെ പരിശോധനയ്ക്ക് ശേഷം പ്രവേശനം നേടുന്ന ദിവസം തന്നെ തിരിച്ചു വാങ്ങേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതത് കോളേജുമായിട്ട് ബന്ധപ്പെടേണ്ടതും ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം വിദ്യാർത്ഥികൾ ജൂലൈ 2-ാം തീയതി 3 മണിക്ക് മുൻപായിട്ട് കോളേജിൽ ഹാജരായിട്ട് പ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് TC ഒഴികെയുള്ള യോഗ്യതാ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ കോളേജിലെ പരിശോധനയ്ക്ക് ശേഷം പ്രവേശനം നേടുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് TCയും അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻസിൻ്റെയും കോപ്പിയൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് TC ഒഴികെയുള്ള ബാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു പ്രവേശന ദിവസം തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തിരിച്ചു വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് പ്രത്യേകം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.